എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ തിയേറ്ററെ പറ്റി വേറെ ഒരാൾ പോലും യൂട്യൂബിൽ നല്ല സോഷ്യൽ മീഡിയ എങ്ങും ഒരു വീഡിയോ ഇട്ടിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ ഫോറമോളിലെ PXL ആണെന്ന് വിചാരിച്ചെങ്കിൽ ഇത് ഫോറമോളിലെ PXL അല്ല. ഇതാണ് കറന്റ് ഇന്ത്യയിൽ ആകെയുള്ള ഡ്യുവൽ ലേസർ പ്രൊജക്ഷനോട് കൂടിയുള്ള PXL. ഞാൻ മന്ത്രി മോൾ ഐമാക്സിൽ നിന്ന് ട്രാൻസ്ഫോമേഴ്സ് 1 കണ്ടതിന് ശേഷം നേരെ ഓട്ടോ പിടിച്ച് തുമ്പാട് കാണാനായിട്ട് കനകാപുരം റൂട്ടിലുള്ള ഫോറം സൗത്ത് ബംഗളൂരു മോളിൽ വന്നിരിക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കയറി ചെല്ലുന്നിടത്ത് തന്നെ ലുലു, ഡെയിലിയും വേറെ കുറേ കടകളൊക്കെ കാണാം. അതിനുശേഷം എസ്കലേറ്റർ കയറി ചെല്ലുമ്പോൾ ഒരു ഗ്രാൻഡ് ലോബിയാണ്. ഈ നടുവിൽ കാണുന്ന സ്ട്രക്ചറിൽ സ്റ്റാർബക്സ് ഉൾപ്പെടെ വേറെ കുറേ കോഫി ഷോപ്സ് ഉണ്ട്. ഇതിൻ്റെ ഡിസൈൻ ചെയ്ത ആൾക്ക് വലിയൊരു കൈയടി. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ എലിവേറ്റർ സ്പോട്ട് കാണാം. ഇവിടെ നിന്ന് എലിവേറ്റർ കയറി മുകളിൽ എത്തിക്കുമ്പോഴേക്കും അറ്റത്ത് കാണുന്നതാണ് 12 സ്ക്രീനോട് കൂടിയുള്ള PVR സൂപ്പർപ്ലെക്സ്. 4 തരം ഫോർമാറ്റ്സ് അടങ്ങിയ ഒരു പുതിയ സൂപ്പർപ്ലെക്സ് ആണിത്. PXL, 4DX, ലക്സ്, ഐസ് ഇത്രയുമാണ് ഇവിടെ ഉള്ളത്. കയറുന്ന മുന്നേ എൻ്റെ മിനി ട്രൈപോഡ് എനിക്ക് അവിടെ ലോബിയിൽ ഏൽപ്പിക്കേണ്ടുന്ന ഒരു സ്ലിപ്പ് വന്നു. ഞാൻ ഇതുവരെ പോയിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള PVR ആണ് ഇത് എന്നുള്ള അൺഡൗട്ടഡ്ലി ഞാൻ പറയും. ഹാറ്റ്സ് ഓഫ് ടു ദ ഇന്റീരിയർ ഡിസൈനർ. വേറെ ലെവലായിട്ടുണ്ട്. ഐനോക്സിൻ്റെ ഇതുപോലുള്ള തിയേറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ PVRൻ്റെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിയേറ്റർ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ബാക്കി തിയേറ്റേഴ്സ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പം എനിക്ക് സിനിമ കയറാൻ ടൈമായി. ഇപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം 5, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏക ഡ്യുവൽ ലേസർ പ്രൊജക്ഷനോട് കൂടിയുള്ള PXL. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചെന്നത് ഞാൻ ഞെട്ടിപ്പോയി. സ്ക്രീൻ സൈസ് നല്ല വലുതാണ്. അതുകൂടാതെ കാണാൻ നമ്മുടെ പക്ക ഫോറമുള്ള PXLൻ്റെ അതേ ഇൻറ്റീരിയർ. ഇവിടെ പക്ഷേ 2 കിടിലം വ്യത്യാസങ്ങളുണ്ട്. എന്താണ് വ്യത്യാസം എന്നല്ലേ, ആ പ്രൊജക്ടറിൽ നിന്ന് വരുന്ന ലൈറ്റ് ശ്രദ്ധിച്ച് 2 4K ലേസർ പ്രൊജക്ടറിൽ നിന്നും ഒരൊറ്റ സ്ക്രീനിലേക്ക് അലൈൻ ചെയ്ത് പ്രൊജക്ഷൻ ചെയ്ത് വേറെ ലെവൽ കളേഴ്സ് ആൻഡ് വിഷ്വൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാരക കിടിലൻ തിയേറ്റർ. ഇവിടെയാണ് ഞാൻ തുമ്പാട് ഈ ലെവൽ ക്വാളിറ്റിയിൽ കണ്ടത്. എൻ്റെ പൊന്നെ, അത് ഒരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. 64 ചാനൽ ഫുൾ അറ്റ്മോസും ഡ്യുവൽ 4K ലേസർ പ്രൊജക്ഷനും. ഒറ്റ നിറ്റ്പിക്കിങ്ങേ എനിക്കേ ഉള്ളൂ, ഇതൊരു സ്കോപ്പ് റേഷ്യോ സ്ക്രീനാണ്, ഫ്ലാറ്റ് അല്ല. ഹൈദരാബാദിലെ PCXന് ശേഷം ഒരു നോൺ ഐമാക്സ് തിയേറ്ററിൽ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഒരു സിനിമ വേറെ കണ്ടിട്ടുണ്ടാവില്ല. അതും ഈ സിനിമയുടെ DCP 4K 7.1 IAB ആയിരുന്നു. വേറെ ലെവൽ എക്സ്പീരിയൻസ്. ഇവിടുത്തെ സ്ക്രീൻ ഫ്ലാറ്റ് റേഷ്യോ 1.90:1 റേഷ്യോ സ്ക്രീനായിരുന്നെങ്കിൽ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ ഇതാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ഐമാക്സ് തിയേറ്റേഴ്സ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഒരു സങ്കടവും ബാക്കി നിൽക്കുകയാണ്, ഇവിടെ ഒരു 3D സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ല. അത് കാണാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ വേറെ ദിവസം വരും. ഞാൻ എൻ്റെ ട്രൈപോഡ് എടുക്കാൻ മറന്നു, തിരിച്ച് PVRലേക്ക് വരേണ്ടി വന്നു. പ്രായത്തിന് ഞാൻ മോള് വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഡ്യുവൽ ലേസർ പ്രൊജക്ഷൻ PXL, the only PXL with dual laser projector in India right now. ഇന്ത്യയിൽ 2 ലേസർ പ്രൊജക്ഷനോട് കൂടിയുള്ള തിയേറ്റേഴ്സ് 5-6 എണ്ണം ഉള്ളു. അതേതൊക്കെയാണെന്ന് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം. ഇപ്പോൾ ഞാൻ PVR സൂപ്പർപ്ലെക്സ് അറ്റ് ഫോറം സൗത്ത് ബംഗളൂരു മോളിൽ പോയി ഈ PXL തുമ്പാട് കണ്ടതിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓൾറെഡി തുമ്പാട് പണ്ട് 2018 ഇറങ്ങിയപ്പോൾ ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് 4K 7.1 IAB കോണ്ടൻ്റ് ആയിരുന്നു. വേറെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ച് എക്സ്പീരിയൻസ്. ഈ സിനിമ എനിക്ക് മുംബൈയിലും ഡൽഹിയിലൊക്കെ ഐമാക്സിൽ 199 രൂപയും 99 രൂപയൊക്കെ കളിക്കണം എന്ന് അറിഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു പോയി കാണാൻ പറ്റാത്തതിൽ. പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ നിർവൃതി അണഞ്ഞു. കാരണം ഈ തിയേറ്ററിൽ കണ്ടുകൊണ്ട് ഇറ്റ് വാസ് വെരി ക്ലോസ്. അതങ്ങനെ പറയാൻ കാരണം ഡോൾബി ഫുൾ അറ്റ്മോസ് 64 ചാനൽ ഡോൾബി അറ്റ്മോസിൽ 4K 7.1 IAB കോണ്ടൻറ്റിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. അതും തുമ്പാട് പോയൊരു അതിഗംഭീര സിനിമ. അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ ഫയലിൽ ഞാൻ എപ്പിക് എക്സ്പീരിയൻസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഞാൻ പൊതുവെ ഐമാക്സ് ലേസറിൽ പോയി കണ്ട സിനിമകൾക്കാണ് ആ ഒരു ലൈഫ് ടൈം എപ്പിക് എക്സ്പീരിയൻസ് എന്നൊക്കെ എഴുതി വെക്കാറില്ല. ഇതുപോലുള്ള എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിരിക്കുന്നത് വിനീത സ്ക്രീൻ 1 ഫ്യൂറിയോസ എന്നുള്ള സിനിമ കണ്ടപ്പോഴും മാഡ്മാക്സ് ആകെയിലുള്ള ഇക്കൊല്ലം തന്നെ ട്വിസ്റ്റർ എന്നുള്ള സിനിമ ഞാൻ PXL കണ്ടപ്പോഴും അത് സിംഗിൾ ലേസറാണ്, എന്നിട്ടും കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഏലിയൻ റോമുലസ് മലേഷ്യയിലുള്ള ഐമാക്സിൽ കണ്ടപ്പോഴും ഡെഡ്പൂൾ ആൻഡ് വുൾവറീൻ മലേഷ്യയിലുള്ള
GT IMAX വെന്യൂവിൽ കണ്ടപ്പോഴും ഒക്കെയാണ് എനിക്ക് അങ്ങനത്തെ ഫീലിംഗ് കിട്ടിയിരിക്കുന്നത്. പിന്നെ പണ്ട് പ്രസാദ് 70mm IMAX ആയിരുന്നപ്പോഴും PCX ചെന്ന് ലയൺ കിങ് കണ്ടപ്പോഴും ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ദേ ഇതിന്ന് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. കാഴ്ചയിൽ നമ്മുടെ ഫോറം മോളുടെ കൊച്ചിയിലുള്ള PXL പോലെ ഇരിക്കുമെങ്കിലും ഇത് സാധനം അതിൻ്റെ അപ്പനാണ്. കാരണം ഇത് ഫുൾ അറ്റ്മോസാണ്, 64 ചാനൽ. ഇത് കൂടാതെ ഇവിടെ ഇരിക്കുന്ന പ്രൊജക്ഷൻ 2 4K ലേസർ പ്രൊജക്ടേഴ്സ്, 2 ദ്വാരങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ആ 2 ദ്വാരങ്ങളിലൂടെ 2 4K ലേസർ പ്രൊജക്ഷൻ വെച്ചിട്ടുള്ള ഇത്. തുമ്പാടിലെ ആ ഒരു പെർട്ടിക്കുലർ സീനുണ്ട്. തുമ്പാട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവരുടെ മൂവി സ്പോയിലായി പോകരുത് എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ കാര്യം, ആ സീൻ പറയാത്തത്. ഒരു പെർട്ടിക്കുലർ സീനുണ്ട്, ഒരു സംഭവത്തിൻ്റെ അകത്തേക്ക് പോകുന്ന ആ ടൈമിൽ ആ റെഡ് കളേഴ്സൊക്കെ ഉണ്ടല്ലേ, എൻ്റെ പൊന്നെ രക്ത റെഡ് കളറായിരുന്നു അമ്മാരി. ഓൾറെഡി ആ കാണിച്ചിരിക്കുന്ന മാംസവും രക്തമാണ്. അപ്പോൾ കളറ് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും കിടിലൻ റെഡ് കളറായിരുന്നു. അത് ആ ഡ്യുവൽ പ്രൊജക്ഷൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ചിലയിടങ്ങളിൽ ഡ്യുവൽ പ്രൊജക്ഷനൊക്കെ വെക്കും, എന്നിട്ട് നൈസായിട്ട് ആളധികം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊജക്ടർ ഓഫ് ചെയ്തിടുന്ന പരിപാടി ഇവിടെ ഇന്ത്യയിൽ കാണിക്കാറുണ്ട്. ഉള്ളി ഇൻ ഇന്ത്യ ഉണ്ട് ആ കോമഡിയൊക്കെ. അത് പിടിക്കപ്പെട്ടിട്ടുമുണ്ട്. നമ്മുടെ ശ്രേയ് ത്യാഗി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അവൻ കൃത്യമായിട്ട് എക്സ്, അതായത് പഴയ ട്വിറ്റർ, അവൻ്റെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ഉടായ്പമാർ ഈ പരിപാടിയൊക്കെ കാണിക്കും. അൺഫോർച്ചുനേറ്റ്ലി വലിയ കമ്പനികളുടെ പേര് നശിപ്പിക്കാനുള്ള പരിപാടിയാണ് അതൊക്കെ, IMAX പോലെയുള്ള. അപ്പോൾ അതിവിടെ നമ്മൾ അനുവദിക്കരുത്. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഇനി തൊട്ട് നിങ്ങൾ ഏതെങ്കിലും 2 പ്രൊജക്ടറുള്ള തിയേറ്ററിലാണ് സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുക. പ്രൊജക്ടർ സ്ക്രീനിൽ നിന്ന് 2 ലൈറ്റ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 2 പ്രൊജക്ടർ ഓൺ ആക്കിയിട്ടുണ്ടോ എന്നുള്ള, കാരണം നിങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റ് പ്രൈസിന് ആ 2 പ്രൊജക്ടർ ഓണാക്കി വേണം നിങ്ങളെ സിനിമ കാണിക്കാൻ. അല്ലാതെ അവന്മാർക്ക് കറണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടി ഒരു പ്രൊജക്ടർ ഓഫ് ചെയ്താൽ പാടില്ല. അത് തട്ടിപ്പാണ്. നിങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റ് പ്രൈസ് അവിടുത്തെ പ്രൊജക്ഷനും സൗണ്ടും ആ എക്സ്പീരിയൻസ് സർവീസും എല്ലാം കൂടി ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിഞ്ഞ് നോക്കി ഉറപ്പ് വരുത്തണം ഈ സിനിമ 2 പ്രൊജക്ടർ ഓണാക്കിയിട്ട് തന്നെയാണോ പ്ലേ ചെയ്യുന്നത് എന്നുള്ളത്. അതിപ്പോൾ എവിടെയായാലും, കേരളത്തിലായാലും ഇന്ത്യയിൽ എവിടെയായാലും പുറം രാജ്യത്തായാലും എവിടെയായാലും നിങ്ങളത് വ്യക്തമായിട്ട് ആ ഒരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക. നിങ്ങൾ കാണാൻ പോകുന്ന തിയേറ്ററിൽ ഡ്യുവൽ പ്രൊജക്ഷൻ ആണെങ്കിൽ 2 പ്രൊജക്ടറും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് തലയിരിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ലൈറ്റ് വരുന്നുണ്ടാവും. സാധാരണ തിയേറ്ററിൽ ഒറ്റൊരു ഇങ്ങനെ ലൈറ്റല്ലേ വരുള്ളൂ. ഇത് 2 ഹോളിൽ നിന്ന് 2 ലൈറ്റ് വരാനുണ്ടാവണം. എന്നിട്ട് ഇമേജ് അലൈൻഡ് ആണോ എന്ന് നോക്കുക. നിങ്ങൾ കാണുമ്പോൾ ഡബിളായിട്ട് ഇമേജ് ഫീൽ ചെയ്യുന്നുണ്ടോ, ഒരു 2D സിനിമ കാണുമ്പോൾ ഡബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ മര്യാദക്ക് അലൈൻഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കോർണേഴ്സൊക്കെ ഒന്ന് നോക്കുക, കറക്റ്റ് അലൈൻഡ് ആണോ എന്നുള്ളതൊക്കെ. ഇതൊക്കെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ വിലപ്പെട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ചോര വറ്റിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടണം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾ പറ്റിക്കപ്പെടരുത്. അതും കൂടി ഓർത്തിട്ട് തന്നെയാണ് ഞാനിതൊക്കെ പറയുന്നത്. എന്തായാലും ഇവിടെ വെൽ അലൈൻഡ് ആയിരുന്നു. 2 പ്രൊജക്ടേഴ്സും ഓണാണ്. ഇത് പ്രൂഫ് കിടക്കുന്നത്, ഫോട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. 2 പ്രൊജക്ടർ ഓണായിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൾ ഒരുപാടൊന്നും ഉണ്ടായില്ല, എന്നിട്ടും ഇവർ AC ഒക്കെ കറക്റ്റായി റണ്ണായി. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം ചില ഉടായിപ്പ് തിയേറ്റർ പരിപാടിയുണ്ട്. അതായത് അധികം ആളില്ലെങ്കിൽ AC അങ്ങോട്ട് ഓഫ് ചെയ്ത് കളയും. ഇതൊക്കെ നിങ്ങൾ പിടിക്കണമെന്നേ, ഇതൊക്കെ നിങ്ങൾ ചെന്ന് ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് AC ഇടാത്തതെന്നുള്ള. കാരണം നിങ്ങൾ ടിക്കറ്റ് കൊടുത്ത് കയറുന്നത് AC തിയേറ്ററിൽ ഇരിക്കാൻ വേണ്ടി AC ചാർജ് കൊടുത്താണ് കയറുന്നത്. അപ്പോൾ ആ AC അങ്ങനെ ഓഫ് ചെയ്ത് കളയാനും പാടില്ല, അതെന്തൊക്കെ കാരണവശാലും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തായാലും ഈ തിയേറ്ററിൽ AC ഫുൾ ടൈം റണ്ണിങ് ആയിരുന്നു, ഡ്യുവൽ പ്രൊജക്ഷൻ ഫുൾ ടൈം റണ്ണിങ് ആയിരുന്നു. ഈവൻ ആഡ്സിന് വരുന്നത് ഈ ഫോട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. PVRന് ആഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഡ്യുവൽ പ്രൊജക്ടേഴ്സ് ഓണാണ്. IMAXിൽ പോലും കണ്ടിട്ടില്ല. IMAXിൽ പൊതുവേ ഞാൻ ആഡ് റൺ ചെയ്യുമ്പോൾ പ്രൊജക്ഷൻ ഒരെണ്ണം ഓഫാക്കിയാണ് ഞാൻ കണ്ടേക്കണം. ഇവിടെ 2 അപ്പോഴും ഓണാണ്, ആഡ് റൺ ചെയ്യുമ്പോൾ പോലും. PVRനെ എനിക്ക് അനുവദിക്കാൻ കിട്ടുന്നൊരു അവസരമാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് ക്ലാപ്സ് ചെയ്യാൻ കൊടുക്കും. കാരണം കിഡിലായിട്ടാണ് ഈ തിയേറ്റർ അവർ റൺ ചെയ്യണത്. ഇതൊക്കെ കൂടാതെ ഇവരുടെ ടിക്കറ്റ് പ്രൈസിങ്
എഴുന്നേറ്റ് ഞാൻ തൊഴാൻ തയ്യാറാണ്. കാരണം 150 രൂപയ്ക്കാണ് ഈ സിനിമ കണ്ടത് ഈ തിയേറ്ററിൽ. 150 രൂപ പ്ലസ് ബുക്കിംഗ് ചാർജ് ഓഫ് ബുക്ക് മൈ ഷോ കൂടി ചേർത്ത് 173 റുപ്പീസും കണ്ടു. ഞാൻ അത് ഇവിടെ സൈഡിൽ കാണിച്ചു തരാം എത്ര രൂപയായി എന്നുള്ളത്. ആലോചിച്ച് നോക്കി, 150 രൂപ ബുക്കിംഗ് ചാർജും കൂടി ചേർത്ത് 173 രൂപക്ക് ഒരു എപ്പിക് എക്സ്പീരിയൻസ് ആയിട്ടാണ് എപ്പിക് തിയേറ്റർ വെന്യൂ. ബാംഗ്ലൂരുകാർ എത്ര പേർക്ക് ഈ തിയേറ്ററെ പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ എൻ്റെ പൊന്നാളി അവിടെ കൊച്ചിയിലെ ട്രിവാൻഡ്രത്തെ കാലിക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചാലുണ്ടല്ല ഈ സീറ്റ് കാണാൻ പറ്റില്ല, അത്ര നിറച്ച ആളായിരിക്കും പടത്തിന്. അത്ര ഇഷ്ടപ്പെടും ആൾക്കാർക്ക് ഈ തിയേറ്റർ. ഇവിടെയൊക്കെ ഒരു അടിപൊളി മലയാള സിനിമ കാണുന്ന അവസ്ഥ ഒന്ന് ആലോചിക്കുക. കാരണം മലയാള സിനിമയുടെ കോണ്ടൻറ്റ് പലപ്പോഴും 4K 7.1 AB ഒക്കെ വരാറുണ്ട്. ഇൻ്റർനാഷണൽ പടങ്ങളുടെയും ഹിന്ദി പടങ്ങളിലൊക്കെ കിട്ടാനാണ് പാട്. വളരെ റെയറായിട്ടാണ് 4K AB ഒക്കെ വരുന്നത്. ഇത് ഇവിടെ സൂപ്പർ. ഇവിടെ ഞാൻ ആലോചിച്ച് കിഷ്കിൻ്റെ കാണ്ടം കാണുന്നത് എന്തൊരു എഫക്റ്റ് ആയിരിക്കും എന്നറിയാമോ. AR ഇവിടെ കണ്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. അതുമാത്രമല്ല ഈ തിയേറ്റർ ഇസ് കേപ്പബിൾ ഓഫ് 4K 3D പ്ലേ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു തിയേറ്ററാണ് ഇത്. ഇന്ത്യയിൽ വളരെ കുറച്ച് തിയേറ്ററുകളുടെ ഇത് കേപ്പബിൾ ആയിട്ടുള്ളത്, ആ കോണ്ടൻറ്റ് കേപ്പബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് തിയേറ്റേഴ്സേ ഉള്ളൂ. ഇത് ഒരു രക്ഷയില്ലാത്ത അനുഭവമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു രക്ഷയില്ലാത്ത അനുഭവം. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ തിയേറ്ററെ പറ്റി വേറെ ഒരാൾ പോലും യൂട്യൂബിൽ നിന്നല്ല സോഷ്യൽ മീഡിയ എങ്ങും ഒരു വീഡിയോ ഇട്ടിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. അധികം പേർക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു തിയേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. കാരണം ഈ തിയേറ്റർ തുടങ്ങിയിട്ട് 1 കൊല്ലം കഷ്ടിയായിട്ടുള്ളൂ. നമ്മുടെ ഫോറം മോൾ തുടങ്ങുന്നതിന് മുന്നേ തുടങ്ങിയ തിയേറ്ററാണിത്. 1 കൊല്ലം കഷ്ടിയായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. കിടിലൻ അനുഭവം, വേറെ ലെവൽ. ഇതിൻ്റെ ലോബിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എന്ത് ലെവലാണ് ചെയ്ത് വെച്ചേക്കണം. ഇതിൻ്റെ ഒരു കുഞ്ഞനിയനായിട്ട് വരും നമ്മുടെ ഫോറം മോളിൽ കൊച്ചിയിലുള്ള തിയേറ്റർ എന്ന് പറയാം. ഇത് സൂപ്പർ പ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ സീനായിരുന്നു. അത്രയും കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. 2 PLFകൾ ഒരൊറ്റ വെന്യൂവിൽ വരാൻ പൊതുവെ നടക്കാത്തൊരു സാധ്യതക്കുറവും അങ്ങനെ ഒരിടത്തും അങ്ങനെ പൊതുവെ ഇല്ലാത്തത് കൊണ്ടാണെന്നുകൊണ്ട് ഇവിടെ ഒരു ഐമാക്സും കൂടി ഇല്ലാത്ത ഇതേ വെന്യൂ തന്നെ. പക്ഷേ അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസ്. വേൾഡിൽ തന്നെ എനിക്ക് തോന്നുന്നുള്ള വേറെ ഏതെങ്കിലും ഒരു വെന്യൂവിൽ 2 PLF at 1 വെന്യൂ ഉണ്ടെന്നുള്ളത്. ഒരൊറ്റൊരു തിയേറ്റർ ഏരിയയിൽ 2 പ്രീമിയം ലാർജ് ഫോർമാറ്റുള്ള ലോകത്ത് എനിക്ക് ഒരു സ്ഥലം അറിയില്ല. ആർക്കെങ്കിലും അറിയാമെന്ന് കമൻറ്റ് ചെയ്യുക. കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്. ഒരു ഐമാക്സ് ലേസർ വിത്ത് XT പ്രൊജക്ഷനുള്ള ഒരു ഐമാക്സ് സ്ക്രീൻ 1ലും ഉണ്ട്, സ്ക്രീൻ 4 എപ്പിക് സ്ക്രീനും. 2ഉം PLF ആണ്. അങ്ങനെ ഒരു തിയേറ്റർ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. 2 PLF ഒരു ബിൽഡിങ്ങിൽ തന്നെ ഉള്ളത്. ഐ ഡൗട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ളത്. അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സംഭവം, അതായത് 2 പ്രീമിയം ലാർജ് ഫോർമാറ്റ് തിയേറ്റർ ഒരു ബിൽഡിങ്ങിലുള്ള ഒരു സ്ഥലം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും വേറെ സീൻ ഒരു എക്സ്പീരിയൻസ്. 2 പ്രൊജക്ടറിൻ്റെയും സ്പെക്കുകൾ എനിക്ക് കറക്റ്റായിട്ട് അറിയുമ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ പിൻ കമൻ്റായിട്ട് ഇട്ടേക്കാം. പ്രൊജക്ടർ ഏതാണെന്ന് വരെ ഉള്ളത്, സ്ക്രീൻ ഏത് കമ്പനിയുടെ ആണെന്നൊക്കെ എനിക്ക് അറിയുമ്പോഴേക്കും ഞാൻ ഇട്ടേക്കാം. എനിക്കിപ്പോൾ ചെറിയൊരു ഡൗട്ടുണ്ട്, കുറച്ച് അന്വേഷണം നടത്തി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യണം, കറക്റ്റായിട്ട് കൺഫേം ചെയ്യണം, എന്നിട്ടേ ഞാൻ എന്തായാലും ഇടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ ഞാനത് പറയാത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്രിവാൻഡ്രം ഐമാക്സ് വിസിറ്റ് ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റി. കാരണം ഐ വാസ് പ്രൊവൈഡഡ് വിത്ത് എ റോങ് ഇൻഫർമേഷൻ. 2 പ്രൊജക്ഷൻ റൂം കണ്ടപ്പോഴേക്കും, അതായത് ഒരു റൂമിൽ 2 പ്രൊജക്ഷൻ ഹോളും കണ്ട് 2 ലൈറ്റ് വരുന്ന കണ്ടപ്പോഴേക്കും ഞാൻ അവരോട് ചോദിച്ചു ഇത് ലേസർ ആണോ അല്ലെങ്കിൽ ഇത് സെനോൺ ആണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഡ്യുവൽ ലേസർ 4K ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഒരു സ്റ്റാഫ് തള്ളി അങ്ങോട്ട് മറിച്ച്. അപ്പോൾ സ്റ്റാഫല്ലേ പറയണത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി അവിടുത്തെ ഒരു മാനേജറിനെ കണ്ടപ്പോഴേക്കും ഞാൻ ആളോട് സംസാരിച്ചു. ആളും എന്നോട് അത് തന്നെ പറഞ്ഞു. അപ്പം ഞാൻ അതാണെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ പറഞ്ഞ അവസാനം ഞാൻ ശശികുട്ടനായി. കാരണം ഞാൻ അതുവരെ ഐമാക്സ് വിത്ത് ലേസർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം പിന്നീട് അത് ഒരുപാട് മാസങ്ങൾക്ക് ശേഷം, ഏകദേശം 3-4 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓപ്പൺഹൈമർ കാണാൻ മുംബൈയിൽ പോയപ്പോൾ ആദ്യമായിട്ട് ഐമാക്സ് ലേസർ കാണുന്നത്. അപ്പോൾ ഇതുവരെ ഐമാക്സ് വിത്ത് ലേസർ കാണാത്ത എനിക്ക് നോർമൽ ജെനോൺ ഐമാക്സും ഐമാക്സ് വിത്ത് ലേസറിൻ്റെ ഡിഫറൻസ് അന്ന് വരെ അറിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയൊരു മിസ്റ്റേക്കാണ്.
അത് ഞാൻ പിന്നീട് തിരുത്തി, ഞാൻ ആ പോർഷൻ ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റി, അത് കറക്റ്റ് ഇൻഫർമേഷൻ ഞാൻ പിൻ കമൻ്റായിട്ട് ഇടുകയും ഒക്കെ ചെയ്തിരുന്നു. ആ അബദ്ധം ഇനി സംഭവിക്കരുതെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ ഏതാണ് പ്രൊജക്ടർ ഏതാ സ്ക്രീൻ എന്ന് പറയാത്തത്. കാരണം ഈ സ്റ്റാഫൊക്കെ പൊതുവെ എല്ലാവർക്കും വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് പറഞ്ഞ് ഇവർ കയറി ഇങ്ങോട്ട് തള്ളും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഇനി ഷെയർ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയതുകൊണ്ടാണ് ഞാൻ പിൻ കമൻ്റായിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഇടാമെന്ന് പറഞ്ഞത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇന്ന പ്രൊജക്ടർ ആയിരിക്കണം അവിടെ ഇരിക്കുന്നത്. ബാർകോഡ് തന്നെ ഒരു ഹോസ്റ്റും ഒരു പ്രൈമറിയും വരുന്ന 2 പ്രൊജക്ഷൻ സിസ്റ്റമോടുകൂടിയുള്ള ഡ്യുവൽ ലേസർ പ്രൊജക്ടറാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. കറക്റ്റ് മോഡൽ നമ്പർ വരെ എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുന്നില്ല. ഒന്നും കൂടി ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് കൃത്യമായ വിവരങ്ങൾ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും പിൻ കമൻ്റായിട്ട് ഇടാം, ഏത് സ്ക്രീനാണെന്നും കൂടെ അറിയുമ്പോൾ. എന്തായാലും ഈ സ്ക്രീനിൽ ഒരു 3D പടം കാണണം. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ട്രാൻസ്ഫോമേഴ്സ് 2 തവണ ഐമാക്സിൽ കണ്ടെങ്കിലും ഇവിടെ ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ഷോ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് തിരിച്ചു വരാനുള്ള ഒരു ടൈമിൽ നിൽക്കുമ്പോഴാണ് ഞാനിവിടെ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് അടുത്ത ബാംഗ്ലൂർ ട്രിപ്പിൽ മാത്രമേ എനിക്ക് 3D ഒരു സിനിമ കാണാൻ പറ്റുള്ളൂ. ഐ ലോസ്റ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഐ ആം സ്റ്റിൽ ഹാപ്പി ദാറ്റ് ഐ വാച്ച് തുമ്പാട് ഹിയർ. ഇറ്റ് വാസ് സോ ഗുഡ്. അത്രയും ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. അതും തുമ്പാട് കൂടെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഇരട്ടി മധുരം, ഇരട്ടി സന്തോഷം. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിനെ പറ്റി പറയാനാണെങ്കിൽ എന്തൊരു സഹകരണം വരുമെന്നറിയാമോ. കയറി ചെന്നപ്പോൾ തൊട്ട് അവിടെ മലയാളിയായിട്ടുള്ള ഒരു മച്ചാൻ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരുപാട് പേര്, ഈവൻ ഇതിൻ്റെ മാനേജർ, ആളുടെ പേര് ഞാൻ വിട്ടുപോയി പെട്ടെന്ന്, ആൾ വരെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ തന്നു, മൊത്തം നടന്ന് കാണിച്ചു തന്നു എനിക്ക് ഓരോ തിയേറ്റേഴ്സും. ഇവിടെ ഈ ഒരു സംഭവം കൂടാതെ ഇവിടെ PVRൻ്റെ ഐസ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഉള്ള ഒരു സ്ക്രീനുണ്ട്. PVRൻ്റെ ടെക്നോളജി അല്ലേ അത്, PVRൻ്റെ തന്നെ ഇപ്പോൾ ഐമാക്സ് പോലെ അവർ ലീസ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഐസ് എന്ന് പറഞ്ഞാൽ. ഐസ് എന്ന് പറഞ്ഞ ടെക്നോളജി വേറൊരു രാജ്യത്തെയാണ്, എന്തായാലും 4DX ഒക്കെ പോലെ തന്നെ. അപ്പോൾ ഐസ് വേറൊരു പരിപാടിയാണ്. സ്ക്രീൻ എക്സിൻ്റെ ഒരു വേറൊരു വേരിയൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് അനുജൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം. ഇവിടുത്തെ 4DX ഞാൻ കയറി കണ്ടിരുന്നു, അതും ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടാം. ഷീയുടെ പുതിയ തിയേറ്ററും കൂടി ആയതുകൊണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇതൊക്കെയാണ് PVRൻ്റെ ഫൈനസ്റ്റ് തിയേറ്റേഴ്സ്. ലോബി ആയിക്കോട്ടെ, പ്രൊജക്ഷൻ ആയിക്കോട്ടെ, തിയേറ്റർ ആയിക്കോട്ടെ, സീറ്റ് ആയിക്കോട്ടെ, എല്ലാം കിടും. സംഭവം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കിടിലെന്ന് പറഞ്ഞാൽ കിടില. എനിക്കത് PVRൻ്റെ പ്രിയ ഡൽഹി, പിന്നെ ഡൽഹിയിൽ തന്നെയുള്ള മോൾ ഓഫ് ഇന്ത്യ, സൂപ്പർപ്ലക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്ന് ആ ഒരു ലെവലിൽ, ആ ഒരു സ്റ്റാൻഡേർഡിൽ, ആ ഒരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു തിയേറ്ററാണ് ഇതെന്ന് പറയേണ്ടി വരും. ഇനോക്സിൻ്റെ തിയേറ്റേഴ്സ് ഞാൻ ഇതുപോലെ ഇമ്മാതിരി ഗംഭീര സാധനങ്ങൾ, ഇൻസിഗ്നിയ, മലാഡിലുള്ള ഇനോർബിറ്റ് മോളിലെ ഐമാക്സ് വിത്ത് സ്ക്രീൻ എക്സ് ഒക്കെ കണ്ടിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ വേറെ ലെവൽ ലോബിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ PVRൻ്റെ ഇത്രയും കിടിലൻ സാധനം നേരിട്ട് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഇതും കൂടി കണ്ടപ്പോഴാണ്. നമ്മുടെ ഫോറം തീരെ പുറകിലല്ല, കുഞ്ഞനിയനാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും അടിപൊളി ലോബിയും അത്ര നല്ല ഫുഡും അത്രയും നല്ല സർവീസും എല്ലാം കൂടെ അടിപൊളിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും അവർ വിലക്കെടുത്തിട്ട് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അതിപ്പോൾ എന്ത് കേസിലായിക്കോട്ടെ. ഇപ്പോൾ ഫ്ലാറ്റ് സ്ക്രീൻ തന്നെ കളിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കോണ്ടൻറ്റൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എല്ലാം കൊണ്ടും ഇപ്പോൾ നല്ല എക്സ്പീരിയൻസാണ് എനിക്ക് ഫോറം മോളിൽ നിന്ന് കിട്ടുന്നത്. അതിപ്പോൾ ഇതേ ഫോറത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മുടെ കൊച്ചി ഫോറം മോളും വൈകാതെ തന്നെ വരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഓൾറെഡി ഉള്ള PXL റെട്രോഫിറ്റ് ചെയ്ത് ഈസി ആയിട്ട് ഐമാക്സ് ആക്കാൻ പറ്റും, ഐമാക്സ് വിത്ത് ലേസർ ആക്കാൻ പറ്റും. കാരണം അത് ഓൾറെഡി പ്രിയ തെളിയിച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. കാരണം പണ്ട് പ്രിയ ഡൽഹി തിയേറ്റർ, പ്രിയ എന്നുള്ള ഐക്കോണിക് ആയിട്ടുള്ള തിയേറ്റർ ഒരു ഡ്യുവൽ ലേസർ പ്രൊജക്ഷനോടുകൂടിയുള്ള PXL ആയിരുന്നു. ഇറ്റ് വാസ് ആക്ച്വലി ദ ഫസ്റ്റ് ഡ്യുവൽ ലേസർ PXL ഇൻ ഇന്ത്യ. ഇത് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെയാണ് ഡ്യുവൽ ലേസർ PXL ആണ് ഞാൻ പറയണത്. സൗത്ത് ഇന്ത്യയിൽ വേറെ ഡ്യുവൽ ലേസർ തിയേറ്റർ ഉണ്ട്, അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ ഇടാം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം. കാരണം ഇത് ഡിസർവ് ഇറ്റ്, അതുകൊണ്ടാണ് അത് ഞാൻ വേറെ ഇടാമെന്ന് പറഞ്ഞത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ PXL വിത്ത് ഡ്യുവൽ ലേസർ ഇതാണ്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ ഡൽഹി പ്രിയ ആയിരുന്നു. പക്ഷേ പ്രിയ ലേറ്റർ ഓൺ ഏകദേശം ഒരു 1.5 കൊല്ലത്തിന് ശേഷം ഉടനെ തന്നെ അവരത് ഒരു ഐമാക്സ് വിത്ത് ലേസറാക്കി റെട്രോഫിറ്റ് ചെയ്തു. റെട്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയേറ്ററിനെ വേറൊരു ഫോർമാറ്റിലേക്ക് രൂപമാറ്റം ചെയ്യുന്നതിനാണ് റെട്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ
സിനിപോളിസിൽ വരാനിരിക്കുന്ന ഐമാക്സ് വിത്ത് ലേസർ റെട്രോഫിറ്റ് പരിപാടിയാണ്. സ്ക്രീൻ 2 അവർ റെട്രോഫിറ്റ് ചെയ്ത് ഐമാക്സ് ആക്കുകയാണ്. ഐമാക്സ് വിത്ത് ലേസർ XT പ്രൊജക്ടറൊക്കെ ലീക്കായിട്ടുണ്ട്. നിങ്ങൾ ഇമേജസ് കണ്ടിട്ട് അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് താഴെ ഞാൻ ലിങ്ക് ചെയ്യുക, കണ്ടു നോക്കുക. 12 ചാനലാണെന്നും പറയുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്, ഡോൾബി 64 ചാനലും 32 ചാനലും പരിപാടിയൊക്കെ ആണെങ്കിൽ ഐമാക്സ് 12 ചാനലും 6 ചാനലും ഉള്ളൂ. പക്ഷേ സാധനം മറ്റേ ആപ്പിൾ പോലെയാണ്. അത് ആപ്പിളിന് ഒരുപാട് റാമൊന്നും വേണ്ട ഹെവി ആയിട്ട് പെർഫോം ചെയ്യാൻ. ആ സീനാണ് ഐമാക്സിൻ്റെ DMR പ്രോസസ്സ് കടന്നു പോയിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ 12 ചാനൽ തന്നെ മതി. വേറെ ഗംഭീര ഔട്ട്പുട്ട് ആയിരിക്കും. അത് മാത്രമല്ല അത് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സാണ് ഐമാക്സിൻ്റെ. അപ്പോൾ സംഭവം അവരുടെ 12 ചാനൽ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സിന് ഇവരുടെ 64 ചാനലായിട്ട് പിടിക്കാൻ പറ്റും. ഇപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഡോൾബി സിനിമ എന്നുള്ള ഒരു ഗംഭീര സാധനം കൂടി വരുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള തിയേറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള, തിയേറ്റർ ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടുള്ള, തിയേറ്റർ വാക്ക് അറൗണ്ട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു സംഭവം ലോകത്ത് പെർഫെക്റ്റ് അല്ല. ഈ തിയേറ്ററും പെർഫെക്റ്റ് അല്ല. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞേട്ടെ. ഒറ്റൊരു സാധനം മാത്രം എനിക്കിവിടെ ഇഷ്ടപ്പെടാതെ ഉള്ളൂ. പക്ഷേ അത് ഇഷ്ടപ്പെടാതെ എന്നും പറയാൻ പറ്റില്ല. തൃപ്തിക്കുറവ് എന്നുള്ള വാക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഇതൊരു സ്കോപ്പ് റേഷ്യോ സ്ക്രീനാണ്. ഇത് ശരിക്കും ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ ആവണമായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ ഇരിക്കുന്നത് ആ ഒരു 16:9 ടൈപ്പ് റേഷ്യോ സ്ക്രീനിലല്ലേ. ഇത് ഇരിക്കേണ്ടിയിരുന്ന ഒരു ഐമാക്സിൻ്റെയൊക്കെ ആ ഒരു 4:3 അല്ലെങ്കിൽ 1:1 ആ ഒരു ടൈപ്പ് സാധനം. അത് സിമ്പിൾ ഭാഷ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഐമാക്സിനാണെങ്കിൽ 1.90:1 അല്ലെങ്കിൽ 1.43:1 എന്ന് പറയും. സാധാരണ സ്കോപ്പ് റേഷ്യോ എന്ന് പറയുമ്പോൾ 2.39:1 ആ ഒരു റേഷ്യോക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ആ ഒരു 2.39:1 റേഷ്യോ ആ വൈഡ് സ്ക്രീൻ ഫോർമാറ്റ്, ആ ഒരു വൈഡ് ടൈപ്പ് ഫോർമാറ്റിലായിരിക്കണത്. എനിക്ക് പക്ഷേ ഐമാക്സ് ടൈപ്പ് ഫോർമാറ്റിലിരുന്ന് കാണുമ്പോൾ ഒരു ഇമോഷൻ അത് വേറെ തന്നെയാണ്. ഐമാക്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സ്ക്രീൻ എക്സാണ്. ഒരു തർക്കമില്ല. കാരണം ഞങ്ങളത് മലാടിപ്പോയിട്ട് മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കോർഡിങ് പാർട്ട് 1 കണ്ട് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് അടിച്ച് പൊളിച്ചാണ് ഞാനും എൻ്റെ വൈഫും കൂടി. അതിൻ്റെ വീഡിയോ ലിങ്ക് ഇതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഈ തിയേറ്ററിൽ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ സംതൃപ്തി കുറവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഷേപ്പാണ്. പക്ഷെ എന്തുകൊണ്ട് അവരത് ഇട്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വർഷത്തിൽ ഒരു 300 പടം ഇറങ്ങിയ കൂടിപ്പോയ ഒരു 10 സിനിമയെ ഈ പറഞ്ഞ ഫ്ലാറ്റ് റേഷ്യോയിൽ വരത്തുള്ളൂ. ബാക്കി എല്ലാ സ്കോപ്പിലായിരിക്കും. അതുകൊണ്ടാവണം ഇവരിങ്ങനെ ചെയ്തത്. പക്ഷേ ഇവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സജഷനാണ്, ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻ വെച്ചിട്ട് ഒരു മോട്ടറൈസ്ഡ് എക്യുപ്മെൻറ്റ് വെച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അത് സ്കോപ്പ് ആക്കാമായിരുന്നു. അല്ലെങ്കിൽ ഫുൾ ടൈം സ്കോപ്പിൽ വെച്ചിട്ട് ഫ്ലാറ്റ് റേഷ്യോ പടങ്ങൾ വരുമ്പോൾ അപ്പ് ചെയ്തിട്ട് ഫ്ലാറ്റ് റേഷ്യോ മൂവീസും കളിക്കാമായിരുന്നു. അപ്പോൾ ഒരു മോട്ടറൈസ്ഡ് ഫ്ലാറ്റ് സ്ക്രീനായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ എന്ന് എനിക്ക് ഫീൽ ആയി. കാരണം ബാക്കി എല്ലാം ആണ്, സ്ക്രീനിൻ്റെ ഷേപ്പ് മാത്രം എനിക്ക് സംതൃപ്തിക്കുറവുള്ളൂ. മേ ബി ഫോറം മോൾ കൊച്ചിയിൽ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു സ്പോയിൽഡ് ആയിട്ടുള്ള ഞാനായതുകൊണ്ടാവാം. നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടി, പക്ഷേ സിംഗിൾ ലേസർ കിട്ടിയുള്ളൂ. പക്ഷെ ഉള്ളത് വെച്ച് നമ്മൾ ആഘോഷിക്കുന്നു. അടുത്ത അപ്ഗ്രേഡ് തീർച്ചയായിട്ടും ഡ്യുവൽ ലേസർ ആവാനോ അല്ലെങ്കിൽ ഒരു ഐമാക്സ് XT ആവാനുള്ള ചാൻസ് ഉണ്ട്. റെട്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനാണ് കൊച്ചിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. ആഗ്രഹങ്ങളാണ്, വരട്ടെ. എന്നെ സംബന്ധിച്ച് ഒരു അടിപൊളി എക്സ്പീരിയൻസ്. നമുക്ക് ഈ ഇൻഫോർമേഷൻസ് ഒരുപാട് പേരുടെ സപ്പോർട്ട് കാരണമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ തിയേറ്റർ തന്നെ എനിക്ക് പറഞ്ഞു തന്നത് രാഹുലാണ്. രാഹുലിൻ്റെ ചാനൽ ഞാൻ ലിങ്ക് ചെയ്യാം, നിങ്ങളെടുത്ത് നോക്കുക. പല കാര്യങ്ങളും ഇൻഫോർമേഷൻസ് എനിക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ അഖിലാണ്. പിന്നെ അതുപോലെ ഒരുപാട് പേരുടെ പേര് എനിക്ക് എടുത്ത് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് ഇൻസ്പിറേഷൻ ഉണ്ട്, ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിസ്കഷൻസൊക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് KD ക്ലൗഡി, കാർത്തിക് മച്ചാൻ ഫ്രം ഇൻസ്റ്റാഗ്രാം, പിന്നെ നമ്മുടെ ശ്രേ, ഇങ്ങനെ എല്ലാവരും ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞങ്ങളൊരു ഗ്രൂപ്പിൽ എല്ലാവരും കൂടി എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഐമാക്സ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ളവരുടെ. അപ്പോൾ അതൊരു ക്ലോസ്ഡ് ഗ്രൂപ്പാണ്. ഞങ്ങളൊരു ഫ്രണ്ട്സും കുറച്ച് പേര് മാത്രമുള്ള ഗ്രൂപ്പാണ്. നല്ല അടിപൊളി ഡിസ്കഷൻസും കുറേ ഇൻഫർമേഷൻസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പോകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവമാണ്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒരു അടിപൊളി ഐമാക്സ് വിസിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വൈകാതെ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് വരും. അടിപൊളി സംഭവമായിരിക്കും.
അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കുറച്ച് മാറ്റി പിടിക്കുകയാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മേഖലയിലേക്ക് ഞാൻ കറക്റ്റായിട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. കുറേ നാളെടുത്ത് ഞാൻ ഇതിലേക്ക് വരാൻ, ഫുഡിൽ നിന്ന് തുടങ്ങി ഞാൻ ഇങ്ങോട്ടുള്ള യാത്രയിലേക്ക് എത്താൻ. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനത്തിൽ ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഫുഡ് ഇത്രയൊക്കെ തന്നെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കഴിക്കുന്ന യൂണീക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇടയിൽ പോകുന്നുണ്ട്. എന്നാലും ഞാനിപ്പോൾ എന്ത് തരം വീഡിയോസ് ചെയ്താലും ആ വീഡിയോന് സപ്പോർട്ട് നിങ്ങൾ നൽകുന്നുണ്ട്. അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. പിന്നെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന കാഴ്ചകൾ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റണം, എനിക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് അറിയാവുന്നത് എന്നോട് പറഞ്ഞു തരുമ്പോൾ എനിക്കങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാനും എന്താണ് വിസിറ്റ് ചെയ്യാനും പിന്നെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും എൻ്റെ കുറേ ബക്കറ്റ് ലിസ്റ്റ് പരിപാടിയൊക്കെ ഉണ്ട്. അത് വേൾഡിൽ എമ്പാടുമായിട്ട് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ഒരു ടോപ്പ് 10 എന്ന് പറയാൻ പറ്റില്ല, അതിൽ കൂടുതലുണ്ട്. കുറച്ച് തിയേറ്റേഴ്സ് അറൗണ്ട് ദ വേൾഡ്, ജസ്റ്റ് ഇൻ ഇന്ത്യ അല്ല, അറൗണ്ട് ദ വേൾഡ് വിസിറ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മോസ്റ്റ്ലി 1.43:1 റേഷ്യോയുള്ള GT IMAXകളും 70mm IMAXും IMAX ഡോം പരിപാടികളൊക്കെയാണ്. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ വൈകാതെ ഇങ്ങനെ വരും വർഷങ്ങളിൽ വീഡിയോ വരുന്നതാണ്. നിങ്ങൾ എത്രത്തോളം മാക്സിമം സപ്പോർട്ട് ചെയ്യണോ അത്രത്തോളം റവന്യൂ ജനറേറ്റ് ആവും, എനിക്ക് ഈ പരിപാടികളൊക്കെ വേഗം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും യുണീക്കായിട്ടുള്ള തിയേറ്റേഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഞാൻ അവിടെ ചെന്ന് വിസിറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആ തിയേറ്ററുകളുടെ പേരും അഡ്രസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്ക് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇടുക. ആ തിയേറ്റേഴ്സൊക്കെ സന്ദർശിച്ച് നോക്കാം. എനിക്ക് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേരളത്തിലുള്ള മികച്ച ലേസർ പ്രൊജക്ഷനുള്ള തിയേറ്റർ എല്ലാം സന്ദർശിക്കണമെന്നൊക്കെ ഉള്ള. വരും കാലത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എല്ലാ സ്റ്റേറ്റിലെയും ഇന്ത്യയിലുള്ളതും സന്ദർശിക്കണമെന്നുണ്ട്, എല്ലാ സ്റ്റേറ്റിലെയും. പക്ഷേ ആദ്യം നമുക്ക് കേരളം കവർ ചെയ്യാം, എന്നിട്ട് വേറെ സ്റ്റേറ്റിലേക്ക് പോകാമെന്നുള്ള മൈൻഡിലാണ്. അപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലെയും ഏറ്റവും ബെസ്റ്റ് ലേസർ പ്രൊജക്ഷനുള്ള തിയേറ്ററുകൾ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അത് വലിയ ഒരു ആഗ്രഹമാണ് എൻ്റെ. ഇതേ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ള കുറച്ച് കൂട്ടുകാരും വേറെ ഉണ്ട്. അവരും തയ്യാറാണെങ്കിൽ ഒന്നിച്ച് പോയി കാണാനൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് ഭ്രാന്ത് പരിപാടികളൊക്കെ ഉണ്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളത്. അതൊക്കെ നടക്കുവാണെങ്കിൽ നിങ്ങൾ കാണും എന്തായാലും. അപ്പോൾ തിയേറ്ററിൻ്റെ പ്ലേലിസ്റ്റ്, IMAX പ്ലേലിസ്റ്റ് കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്തേക്കാം. എല്ലാം കണ്ടു നോക്കുക ടൈം കിട്ടുന്നതനുസരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സിനിമയുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഫുഡുകൾ പോയി കഴിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വേർതി എന്ന് തോന്നുന്ന ഫുഡിൻ്റെ വീഡിയോസൊക്കെ വരും. അതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്ന ഫുഡൊക്കെ പോയി കഴിച്ചു നോക്കിയുള്ള അഭിപ്രായങ്ങളും ഇടയിൽ വരും കേട്ടോ. എല്ലാം കൂടി ഉണ്ട് ഇവിടെ, എവിടെ എന്തും പോകും, അതാണ് അവസ്ഥ. അപ്പോൾ നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.